വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്കായുള്ള റോഡിനും റെയിൽപാതയ്ക്കുമായി മൂലമ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 316 കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിച്ചത്. വിവാദമായ കുടിയൊഴിപ്പിക്കൽ നടന്ന മൂലമ്പള്ളി ഉൾപ്പെടെ 7 സ്ഥലങ്ങളിൽ സർക്കാർ ഇവർക്ക് പകരം പുനരധിവാസ ഭൂമിയും അനുവദിച്ചു. എന്നാൽ ഭൂമി ഏറ്റെടുത്ത് 4.5 വർഷം പിന്നിടുമ്പോഴും ഭൂരിഭാഗം പേർക്കും കിടപ്പാടമായിട്ടില്ല. കേവലം 17 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഗൃഹനിർമ്മാണം സാധ്യമായത്. സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് 6 സെന്റ് വരെ ഭൂമിയും നാമമാത്രമായ തുകയുമാണ് സർക്കാർ അനുവദിച്ചത്. എന്നാൽ വീട് നിർമ്മിക്കുന്നതിന് ഈ തുക ഒട്ടും പര്യാപ്തമല്ല എന്നാണ് ആക്ഷേപം. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും അതും എങ്ങും എത്തിയില്ല. സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഭൂമി വിട്ടുകൊടുത്തപ്പോൾ വെറും തറവിലയാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണത്. തറവില എന്ന് വെച്ചാൽ എൻ്റെ ഭൂമി എന്ന് പറയുകയാണെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ ഏതാണ്ട് മാർക്കറ്റിൽ അന്ന് ഉണ്ട്. എനിക്ക് കിട്ടിയത് 1 ലക്ഷം രൂപ വെച്ച് കിട്ടിയാണ്. കുടുംബങ്ങൾക്ക് ലഭിച്ച നഷ്ടപരിഹാര തുകയിൽ നിന്ന് കേന്ദ്ര സർക്കാർ 12% നികുതി ഈടാക്കിയിരുന്നു. ഈ തുക തിരിച്ചു ലഭിക്കുമെന്ന് അധികാരികൾ ഉറപ്പു നൽകിയിരുന്നെങ്കിലും നാളിതുവരെയായും അതും ലഭിച്ചിട്ടില്ല. മൂലമ്പള്ളി പാക്കേജിന്റെ ഭാഗമായി കോതാട് അനുവദിച്ച പുനരധിവാസ ഭൂമിയിൽ നിർമ്മിച്ച ആദ്യ വീടിന്റെ ഗൃഹപ്രവേശം ആഘോഷമാക്കാനൊരുങ്ങുകയാണ് സർക്കാർ. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലും കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് വൻ കുതിച്ചുചാട്ടം നൽകുന്ന വല്ലാർപാടം പദ്ധതിക്കായി ഭൂമി നൽകിയ മഹാഭൂരിപക്ഷം കുടുംബങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഇന്നും പരിഗണിക്കപ്പെടാതെ കിടക്കുന്നു. വർഷം എത്രയായിട്ടും പുനരധിവാസ ഭൂമിയിൽ വീടുകളുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം നട്ടം തിരിയുകയാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായമുണ്ടായാലേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന അവസ്ഥയാണ് ഇവർക്ക്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ആനന്ദിനൊപ്പം എസ് രാഗിൻ, ഇന്ത്യ വിഷൻ.